എല്ലാവർക്കും നമസ്കാരം. മഡി ബൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഒരുപാട് പേര് കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ളൊരു പേരാണ് അതിനുള്ളത്. സ്റ്റാഗ് ഹോൺ ഫേൺ എന്ന് പറയും. നമ്മുടെ മരത്തേലും വനത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മരത്തേലൊക്കെ പിടിച്ചിരിക്കുന്ന ഫേൺ വർഗത്തിലുള്ള പല ചെടികളും കണ്ടിട്ടുണ്ടാവും. ആ ഒരു സ്പീഷീസിൽ പെടുന്നത് തന്നെയാണ് സ്റ്റാഗ് ഹോൺ ഫേണും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫ് കാണാൻ വളരെ ഭംഗിയാണ്. നമ്മുടെ കലമാനിൻ്റെ കൊമ്പ് പോലെ ഇരിക്കും. അതുകൊണ്ടാണ് അതിന് സ്റ്റാഗ് ഹോൺ ഫേൺ എന്ന് പേര് വരാനുള്ള കാരണം. ചെടിപ്രേമികളുടെ ഇടയിൽ ആരും കേട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു ഫേണാണ്, വളർത്താൻ ആഗ്രഹമുള്ളൊരു ഫേണാണ്, അത്രയും ഭംഗിയുള്ളൊരു ഫേണാണ് സ്റ്റാഗ് ഹോൺ ഫേൺ. അപ്പോൾ ചെടികളെ പറ്റി ഒത്തിരി അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്കിപ്പോൾ നിലവിൽ പോട്ടിൽ നിന്നിരുന്ന ഒരു ഫേണാണ്. അത് നമുക്ക് എങ്ങനെ ഒരു വുഡിൻ്റെ പീസിലേക്ക് സ്പാഗ്നം മോസ് ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയ ഒരു വീഡിയോ ആണ്. കണ്ടിട്ടില്ലാത്തവരെന്തായാലും മുഴുവനായിട്ട് വീഡിയോ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ളത് ഒരു ഡ്രില്ലറാണ്. നമ്മൾ വീട്ടിലെ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നൊരു പോർട്ടബിൾ ഡ്രില്ലറാണ്. നമുക്കിത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കറണ്ടും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ ചെറിയ യൂസിനൊക്കെ ഇങ്ങനത്തെ ഒരു ഡ്രില്ലർ മതിയാവും. പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് പൈൻ വുഡിൻ്റെ ഒരു പീസാണ്. നല്ല ബാർക്കൊക്കെ ഉള്ള നല്ലൊരു ഭംഗിയുള്ളൊരു പീസാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഡ്രില്ല് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം മോസ് സെറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റാഗ് ഹോൺ ഫിറ്റ് ചെയ്യാനുള്ള കുറച്ച് ഹോള് നമുക്ക് 1, 2, 3 കൂടെ കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ഏത് ഭാഗത്താണോ ഹാങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് 2 ഹോൾ കൊടുക്കാം. ഞാനിപ്പോൾ ഹാങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 2 ഹോളും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹാങ് ചെയ്യാനായിട്ട് 2 ഹോളും കൂടെ ചെയ്തിട്ടുണ്ട്. അതേപോലെ മോസ് സെറ്റ് ചെയ്ത് നമുക്ക് സ്റ്റാഗ് ഹോണും കൂടെ ഫിറ്റ് ചെയ്യാനായിട്ടുള്ള 4 ഹോൾസ് ഇട്ടുണ്ട്. 4 ഹോൾസിൻ്റെ ആവശ്യമില്ല, പക്ഷെ നമുക്ക് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഹോൾ ഇടണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഹോള് 4 ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി മോസ് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് ഹാങ് ചെയ്യാനായിട്ടുള്ളൊരു കമ്പിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോട്ടഡ് വയറാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. നമുക്ക് ലൈഫ് ഉണ്ടാവും. മഴയത്തും വെയിലത്തൊന്നും കിടന്നാലും അങ്ങനെ ഡാമേജ് ആയി പോകത്തില്ല. അപ്പോൾ ഉള്ളിൽ കമ്പിയുണ്ട്, പുറമെ കോട്ടിംഗ് ഉള്ള ടൈപ്പാണ് എടുത്തിരിക്കുന്നത് ഞാൻ. അപ്പോൾ നമുക്ക് ഹുക്കിന് വേണ്ടിയിട്ടൊരു ഏകദേശം നമ്മുടെ റിക്വയർമെൻറ്റ് എത്രയാണോ, അതായത് ഒത്തിരി ഹാങ് ചെയ്തിടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ട് എടുക്കുക. ഒത്തിരി ഇല്ല, ജസ്റ്റ് ഈ ഗ്രില്ലിലൊക്കെ ഹുക്ക് ചെയ്തിടാനായിട്ടാണെങ്കിൽ ചെറിയൊരു ഹുക്കിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാൽക്കുലേഷനിൽ നിങ്ങളെപ്പോഴും കട്ട് ചെയ്യുക. ഞാനിപ്പോൾ എടുക്കുന്നത് ഏകദേശം ഈ ഒരു ലെങ്ത്തിലാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ലെങ്ത്തിലാണ്. നമുക്കപ്പോൾ ഹോളിൽ കൂടെ കയറ്റിയിടാം. അതായത് ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഹാങ് ചെയ്തിട്ട് ടോപ്പിലേക്കാക്കി നമുക്കിവിടെ ടൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഹുക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ വുഡിൻ്റെ പീസ് നമ്മൾ ഹോൾ ചെയ്തെടുത്തു. നമ്മളിപ്പോൾ ഹാങ് ചെയ്തിടാനുള്ളൊരു ഹുക്കും കൂടെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വയർ കോട്ടഡ് മെഷാണ്. ഇതാകുമ്പോൾ നമുക്ക് എത്ര മഴയും വെയിലത്ത് കിടന്നാലും നമ്മൾ കെട്ട് കമ്പിയായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പെടുത്തു. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വയർ കോട്ടഡ് ആയിട്ടുള്ള മെഷ് തന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാകുമ്പോൾ ഒത്തിരി നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മളതിലേക്ക് നമുക്കിനി സ്പാഗ്നം മോസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം കൂടെ പറയാൻ മറന്നു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൈൻ വുഡ് ആണെന്ന് കരുതി പൈൻ വുഡ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ള വുഡ് ആ വുഡ് നമുക്ക് യൂസ് ചെയ്യാം. എനിക്കിതിപ്പോൾ ഇവിടെ അവൈലബിൾ ആയതുകൊണ്ടും പിന്നെ ചെയ്യാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടും ഞാൻ പൈൻ വുഡ് ചെയ്തു എന്നുള്ളൂ. ലാവോ മാവോ അങ്ങനെ എന്ത് നമുക്ക് വുഡിൻ്റെ പീസ് കിട്ടിയാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പൈൻ വുഡ് ആകുമ്പോൾ കുറച്ച് കാണാനുള്ള ഭംഗി കൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഭംഗി ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലേ ഉണ്ടാവുള്ളൂ. സ്റ്റാഗ് ഹോൺ ഫേൺ വളർന്ന്
വലിപ്പം വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഫുൾ കവർ ചെയ്ത് വരും. അപ്പോൾ വുഡിൻ്റെ പീസ് പോലും നമുക്ക് കാണാൻ പറ്റില്ല. ആ ഒരു രീതിയിലേക്ക് സ്റ്റാഗ് ഓൺ ഫേൺ എപ്പോഴും കവർ ചെയ്ത് വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് വുഡിൻ്റെ കാഴ്ച ഭംഗി ആദ്യ കാലങ്ങളിലേ ഉണ്ടാവുള്ളൂ, പിന്നീട് അത് ഫുള്ള് കവർ ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വുഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൈൻ വുഡാണെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ ഇനി മോസ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം. നമുക്കപ്പോൾ മോസ് നമ്മളിവിടെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആയിട്ടുള്ള മോസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് എത്രയാണോ അത്രയും മോസ് നമ്മൾ എടുക്കുക. മോസ് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ കുറച്ച് ഉണ്ടാവുള്ളൂ. നമ്മുടെ കോക്കോപീറ്റ് പോലെ തന്നെ നമ്മൾ ബ്ലോക്ക് മേടിക്കുമ്പോൾ അത് ഭയങ്കര കംപ്രസ് ചെയ്തിട്ടായിരിക്കും കോക്കോപീറ്റ് വരുന്നത്. അത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി കഴിയുമ്പോൾ അത് എൻലാർജ് ആയിട്ട് നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാവും. മോസ് ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴും ഈ സ്റ്റേജ് തന്നെയാണ്, കുറച്ച് സ്പേസ് നമുക്കത് കൺസ്യൂം ചെയ്യുള്ളൂ. പക്ഷെ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് അത് വികസിച്ച് വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോസ് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ മോസ് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്, കാണാം. നമുക്കപ്പോൾ നമുക്കിതിലേക്ക് അപ്പോൾ ഒരു ഫസ്റ്റ് ലെയറായിട്ട് നമുക്കൊരു ചെറിയൊരു കോട്ടിങ് പോലെ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ബാക്കി കവർ ചെയ്യാനായിട്ട്. നമ്മുടെ സ്റ്റാഗ് ഓൺ ഫേണിൻ്റെ ബേസ് എത്രത്തോളം ഉണ്ടെന്നുള്ള ഒരു വലിപ്പത്തിലാണ് നമ്മളിവിടെ ബേസ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെറ്റാകുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ട് അവിടെ ഇരുന്നോളും, പെട്ടെന്ന് അത് ഇളകി പോകത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് ആദ്യം എടുക്കുക. ഇൻ കേസ് ഇളകി പോവും, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കോട്ടൺ നൂല് വെച്ചിട്ട് നമുക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. എപ്പോഴും കോട്ടൺ നൂല് യൂസ് ചെയ്യുന്നത് നല്ലതാണ്, കാരണം പെട്ടെന്ന് വിസിബിൾ ആവില്ല നമ്മൾ ടൈ ചെയ്തേക്കുന്നത്. വേറെ എന്ത് തരത്തിലുള്ള ടോയിന് യൂസ് ചെയ്താലും പെട്ടെന്ന് വിസിബിൾ ആവും. കൂടുതലും ഡാർക്ക് കളറായിട്ടുള്ള ടോയിൻസ് യൂസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഒരു ഹോൾഡിങ് കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് ചരിച്ച് പിടിച്ചാലൊന്നും ചാടി പോകത്തില്ല. നമുക്കിനി ഇതിലേക്ക് ഫേൺ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റാഗ് ഓൺ ഫേൺ ഇതാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ നമ്മുടെ കലമാൻ്റെ കൊമ്പ് പോലെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് സ്റ്റാഗ് ഓൺ ഫേൺ എന്ന് പേര് വന്നത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നിലവിൽ കൊക്കോപീറ്റിൻ്റെ അകത്താണ് ഈ പ്ലാന്റ് നിൽക്കുന്നത്. നമുക്കത് മോസിലേക്ക് മാറ്റാം. അതുപോലെ വുഡിൻ്റെ പീസിലേക്ക് നമുക്കിത് ഫിറ്റ് ചെയ്യാം. നമ്മളപ്പോൾ ആംഗിൾ നോക്കുക, നമുക്ക് എങ്ങനെയാണോ ഫേൺ വേണ്ടത്, അതായത് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഏത് രീതിക്കാണോ ഫേൺ വിസിബിൾ ആവേണ്ടത് ആ രീതിക്ക് സെറ്റ് ചെയ്യുക. നമ്മളപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, കാരണം വുഡിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഭംഗിയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഹാങ് ചെയ്ത് വരുമ്പോൾ ഭംഗി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഫിറ്റ് ചെയ്ത് നോക്കിയിട്ട് വെച്ച് നോക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം. ഇത് ഈ ഒരു രീതിക്ക് ഫിറ്റ് ചെയ്താലാണ് ഭംഗി കൂടുതൽ ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ കാണാനൊരു കാഴ്ച ഭംഗി ഉണ്ടാവും ഈ ഒരു രീതിക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ബാക്കി മോസും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ടൈറ്റായിട്ട് ടൈ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും കറക്റ്റ് സെറ്റായി എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുക. ട്രീ മൊത്തം കവർ ചെയ്യേണ്ട, നമുക്ക് ആ ഫേണിൻ്റെ ചോട് വരുന്ന ഭാഗം മാത്രം ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഹോള് ചെയ്തിരുന്നു. നമുക്ക് കമ്പിയിട്ട് ലോക്ക് ചെയ്യണമെങ്കിൽ അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം പിന്നീട് അത് അഴിക്കലൊന്നും നടക്കില്ല. പിന്നെ നമുക്ക് ഈ ഫേൺ മൊത്തം പൊളിക്കേണ്ട വരും ആ ഒരു ടൈ കളയണമെങ്കിൽ. അപ്പോൾ ഞാൻ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പ്ലാൻ മാറ്റി ഞാൻ കോട്ടൺ നൂല് വെച്ച് തന്നെ ടൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഉള്ളിൽ പിന്നെ കമ്പി ഭാവിയിൽ വളരുമ്പോൾ അത് ചെടിക്കൊരു ഇതാവും. അപ്പം അതുകൊണ്ട് ഉൾഭാഗത്ത് കമ്പി യൂസ് ചെയ്യേണ്ട എന്നുള്ളത് തീരുമാനിച്ചു. അതുകൊണ്ട് ആ ഹോൾ അങ്ങനെ തന്നെ കിടക്കട്ടെ. നമ്മളിപ്പോൾ ഹുക്കിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഹോള് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തോന്നുന്നു കോട്ടൺ നൂല് വെച്ചിട്ട് ശരിക്കും ടൈ ചെയ്തെടുക്കാം, ഈ മോസ് വീണ് പോകാതിരിക്കാനായിട്ട്. നമ്മുടെ മോസ് എല്ലായിടത്തും ഇളകി പോരാത്ത രീതിയിൽ ടൈറ്റായെന്ന് തോന്നുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ചുറ്റുന്ന പ്രോസസ്സ് നിർത്താം. എന്നിട്ട് നമ്മൾ ടോയിൻ്റെ ഒരു എഡ്ജ് എവിടെയെങ്കിലും ഒന്ന് ഹുക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ സ്റ്റാഗ് ഹോൺ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വുഡിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്രോത്ത് പയ്യെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം തുടർന്നുള്ള വീഡിയോസിൽ. നിലവിൽ നമ്മൾ ഇത്രയും ചെയ്തിട്ട് ഒരു ഷെയ്ഡ് ഉള്ളിടത്തൊന്ന് തൂക്കിയിട്ടാൽ മതി. അതേപോലെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന സ്റ്റാഗ് ഹോൺ ഒരു 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും നനച്ച് കൊടുക്കണം. ചെറിയൊരു നനവ് എപ്പോഴും ഉള്ളത് നല്ലതാണ് ഫേൺസിന്. ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഫേൺ. അപ്പോൾ എപ്പോഴും ഒരു നല്ലൊരു ക്ലൈമറ്റിക് കണ്ടീഷൻ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും വെയിലത്ത് കൊണ്ടുപോയിടരുത്. ഒത്തിരി വെയിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സൊക്കെ കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഫേൺ ഇതാണ് വുഡിൽ സെറ്റ് ചെയ്തത് കാണാം. കോട്ടൺ നൂല് വെച്ചിട്ട് നമ്മൾ ടൈ ചെയ്തിട്ട് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാണാത് നല്ല സ്ട്രോങ് ആണ്, ഇളക്കമൊന്നുമില്ല. നിങ്ങളോട് വെയിലത്ത് ഇടരുതെന്ന് പറയുന്നത് നമ്മുടെ ഈ ലീവ്സ് ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. ഇത് ഞാൻ പോട്ടിൽ നിന്ന് ഇന്നലെ ഇളക്കി വെച്ച ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ടാണ് കുറച്ച് ഡാമേജ് കാര്യങ്ങളെല്ലാം വന്നത്. അല്ലെങ്കിൽ ഇത് നല്ല നീറ്റായിട്ട് തന്നെ ഈ ഗ്രീൻ സാധനം ഉണ്ടാവും, ഗ്രീൻ ലീഫിൻ്റെ പോർഷൻ. അപ്പോൾ അത് കുറച്ച് ഡാമേജ് വന്നിട്ടുള്ളതുകൊണ്ടാണ് ഈ ബ്രൗൺ സ്ട്രൈപ്സ് വന്നിരിക്കുന്നത് അതിൽ. അപ്പോൾ ഇളക്കിയെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം ഇങ്ങനത്തെ പ്ലാന്റ്സ്. ഞാൻ മുന്നേ ചെയ്തിട്ട കുറച്ച് ഫേൺസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ സിംഗിൾ ചെറിയ പ്ലാന്റ് ആയിട്ട് നട്ടിരുന്നതായിരുന്നു. അതിപ്പോൾ കവർ ചെയ്ത് എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. എൻ്റെ പുറകെ കിടപ്പുണ്ട്. ഞാനപ്പോൾ ഇത് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്ത് വെക്കാം. ഇത് ഞാനൊരു 5 മാസം മുന്നേ വുഡിൻ്റെ പീസിൽ സെറ്റ് ചെയ്തൊരു ഫേണാണ്. ഞാൻ നടുമ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഉണ്ടായിരുന്നുള്ളൂ, ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫുൾ കവറായിട്ടുണ്ട് കാണാം. ഒരു നോർമൽ വുഡിൻ്റെ പീസിൽ സെറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കവർ ചെയ്ത് ഒത്തിരി തൈകൾ വന്നിട്ടുണ്ട്. ഇത് കാണാം നിങ്ങൾക്കിത് പുതിയ തൈകളാണ്. ഈ സൈഡിലൂടെ എല്ലാം ചെറുതരം വന്നിരിക്കുന്നത് എല്ലാം തൈകളാണ്. അതേപോലെ തന്നെ ഒന്ന് ചെയ്തതായിരുന്നു ഇതും കാണാം. ചെറിയ തൈകൾ സൈഡിലൂടെ വരുന്നത് അതും സെയിം ടൈമിൽ തന്നെ ചെയ്തിരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീവ്സിൽ പാറ്റേൺ ഒക്കെ കയറി വരുന്നുണ്ടോ? അപ്പോൾ ഒരു 5-6 മാസം കൊണ്ട് എങ്ങനെയായാലും നന്നായിട്ട് സ്പ്രെഡായി വരും. നമ്മൾ നല്ല ഷെയ്ഡുള്ളടത്ത് കീപ്പ് ചെയ്താൽ മതി. ഡെയിലി നനയ്ക്കണം. മഴക്കാലത്ത് നന വേണ്ട, കുഴപ്പമില്ല. 2 ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി. മഴ കിട്ടാത്തടത്താണെങ്കിൽ മഴയത്ത് കിടന്നു കരുതി ഡാമേജ് ആയി പോകുന്നൊരു പ്ലാന്റും അല്ല. ഓപ്പണായിട്ട് മഴയത്ത് ഇടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേൺ വുഡിൻ്റെ പീസിൽ ഫിക്സ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഔട്ട്ലുക്ക്, ഫൈനൽ ഔട്ട്ലുക്ക് നിങ്ങൾക്ക് കാണാം. നല്ല ഭംഗിയുള്ളൊരു ഫേൺ വെറൈറ്റിയാണ് സ്റ്റാഗ് ഹോൺ ഫേൺ. വളർത്താൻ എളുപ്പമുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് വെയിലത്ത് ഒത്തിരി ഇടാതെ സൂക്ഷിക്കുക. മാക്സിമം ഒരു മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ഷെയ്ഡ് കിട്ടുന്നിടത്തോ ആയിട്ട് പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ലീഫ് കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് തുടർന്ന് കാണുന്നതിനും നമ്മൾ ചെയ്യുന്ന ഇങ്ങനത്തെ എക്സ്പീരിയൻഷ്യൽ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് അറിയുന്നതിനും വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ
തുടർന്ന് വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.